India under the SARC visa exemption scheme visas. Any SVES visas issued in the past to Pakistani nationals are deemed cancelled. Any Pakistani national currently in India under SVES visa has 48 hours to leave India. 4. The Defence, Military, Naval and Air Advisors in the Pakistani High Commission in New Delhi are declared persona non grata. They have a week to leave India. India will be withdrawing its own Defence, Navy and Air Advisors from the Indian High Commission in Islamabad. These posts in the respective High Commissions are deemed annulled. 5 support staff of the service advisors will also be withdrawn from both High Commissions. 5. The overall strength of the High Commissions will be brought down to 30 from the present 55 through further reductions to be effected by 1st May 2025. The CCS reviewed the overall security situation and directed all forces to maintain high vigil. It resolved that the perpetrators of this attack will be brought to justice and their sponsors held to account. As with the recent extradition of Tahawur Rana, India will be unrelenting in the pursuit of those who have committed acts of terror or conspired to make them possible. Thank you very much. Thank you, ladies and gentlemen. With that, we come to the closure of this press briefing. Thank you very much. പാകിസ്ഥാനിലെ കടുത്ത നടപടിയുമായാണ് ഇന്ത്യ കൂട്ടക്കൊലയെ അപലപിച്ച് മന്ത്രിസഭ സിന്ധു നദീജല കരാർ മരവിപ്പിച്ചു. അതുപോലെ തന്നെ വാഗ അതിർത്തി അടക്കം അടച്ചു. എല്ലാ പാകിസ്ഥാൻകാരും ഇന്ത്യ വിടണമടക്കമുള്ള കാര്യങ്ങളാണ് വിദേശകാര്യ സെക്രട്ടറി ഇപ്പോൾ പറഞ്ഞത്. ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനെതിരെ നടപടി കടുപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യ. സുരക്ഷാ കാര്യങ്ങൾ വിലയിരുത്തുന്നതിനായി പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗം അവസാനിച്ചു. വിദേശകാര്യ മന്ത്രാലയം സെക്രട്ടറി ഇപ്പോൾ വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. വിവരങ്ങളുമായി KC ഉണ്ണികൃഷ്ണൻ ചെയ്യുന്നുണ്ട്. ഉണ്ണി, പാകിസ്ഥാനെതിരെ കടുത്ത നടപടിയുമായിട്ടാണ് ഇന്ത്യ എത്തിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ. ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനെതിരെ നടപടി കടുപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യ. സുരക്ഷാ കാര്യങ്ങൾ വിലയിരുത്തുന്നതിനായി പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗം അവസാനിച്ചു. വിദേശകാര്യ സെക്രട്ടറി അല്പം മുമ്പ് മാധ്യമങ്ങളെ കണ്ടിരുന്നു. പാകിസ്ഥാനെതിരെ കടുത്ത നടപടി തന്നെയാണ് ഇന്ത്യ എടുത്തിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി KC ഉണ്ണികൃഷ്ണൻ ചെയ്യുന്നുണ്ട്. ഉണ്ണി, വാർത്തയുടെ വിവരങ്ങൾ. അതിന് വളരെ കടുത്ത നടപടിയാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. കടുത്ത നടപടികളുമായി പാകിസ്ഥാനെതിരെ കടുത്ത നടപടികൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് തന്നെയാണ് ഈ വിദേശകാര്യ സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനത്തിന് ശേഷം വ്യക്തമാകുന്ന ഒരു കാര്യം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സിന്ധു നദീതല കരാർ മരവിപ്പിച്ചു എന്നുള്ളത് തന്നെയാണ്. അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ പ്രതിരോധ ഉദ്യോഗസ്ഥരെ പുറത്താക്കിയെന്നതും ഏറ്റവും നിർണായകമായ ഒരു തീരുമാനമാണ്. ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് നേരത്തെ ഈ ഇന്ത്യ കടുത്ത നടപടികളിലേക്ക് പോകുമെന്ന കാര്യം എന്ന റിപ്പോർട്ടുകളെല്ലാം തന്നെ പുറത്തു വന്നിരുന്നു. ആ ഒരു ഘട്ടത്തിൽ സുരക്ഷാ കാര്യങ്ങൾക്കായി ഒരു യോഗം കേന്ദ്ര മന്ത്രിസഭ യോഗം ചേരുന്നു. അതിനുശേഷമാണ് വളരെ നിർണായകമായ ഒരു വാർത്താ സമ്മേളനം വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചത്. വിദേശകാര്യ സെക്രട്ടറി മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിരുന്നു. ആ വാർത്താ സമ്മേളനത്തിലാണ് നിർണായകമായ തീരുമാനങ്ങൾ. പാകിസ്ഥാനെതിരെ ഇന്ത്യ കടുത്ത നടപടികളിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ആ രീതിയിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു തന്നെയാണ് ഏറ്റവും പ്രധാനമായ ഒരു കാര്യം. അതിൽ ആ തീരുമാനങ്ങൾ നോക്കുകയാണെങ്കിൽ അട്ടാരി അതിർത്തി അടച്ചിരിക്കുന്നു. സിന്ധു നദീതല കരാർ മരവിപ്പിച്ചു. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ പ്രതിരോധ ഉദ്യോഗസ്ഥരെ പുറത്താക്കി. കൂടാതെ ഈ SVES വിസയിൽ ഇന്ത്യയിലുള്ളവർ 48 മണിക്കൂറിനുള്ളിൽ തിരികെ പാകിസ്ഥാനിലേക്ക് പോകണം. പാകിസ്ഥാൻ പൗരന്മാർക്ക്
വിസ നൽകില്ല എന്നൊരു കാര്യം കൂടി പറയുന്നു. കൂടാതെ ഇന്ത്യയും പാകിസ്ഥാനിലെ പ്രതിരോധ ഉദ്യോഗസ്ഥരെ തിരിച്ചു വിളിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. എന്തായാലും വളരെ കടുത്ത തീരുമാനത്തിലേക്ക് തന്നെ ഇന്ത്യ പോയി എന്ന് തന്നെയാണ് നമുക്ക് ഈ വാർത്താ സമ്മേളനത്തിന് ശേഷം അറിയാൻ കഴിയുന്നത്. ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് നേരത്തെ പാകിസ്ഥാനെതിരെ കടുത്ത നിലപാട് സ്വീകരിക്കും, കടുത്ത നടപടി സ്വീകരിക്കുമെന്ന് റിപ്പോർട്ടുകളെല്ലാം തന്നെ വന്നിരുന്നു. എന്തായാലും സുരക്ഷാ കാര്യങ്ങൾ വിലയിരുത്താനായ ഒരു യോഗം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേരുന്നു. ആ യോഗത്തിന് ശേഷമാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വിദേശകാര്യ സെക്രട്ടറി നിർണായകമായ ഒരു വാർത്താ സമ്മേളനം നടത്തിയത്. ആ വാർത്താ സമ്മേളനത്തിലാണ് ഈ തീരുമാനമെന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും കടുത്ത നടപടികൾ തന്നെയാണ് ഇന്ത്യ സ്വീകരിച്ചതെന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. അതിൽ അട്ടാരി അതിർത്തി അടച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ സിന്ധു നദീജല കരാർ മരവിപ്പിച്ചിരിക്കുന്നു. കൂടാതെ ആക്രമണത്തിന് പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ പ്രതിരോധ ഉദ്യോഗസ്ഥരെ ഇന്ത്യ പുറത്താക്കി. കൂടാതെ എടുത്തു പറയേണ്ട കാര്യം ആക്രമണത്തിന് പാകിസ്ഥാനിൽ നിന്ന് പിന്തുണ കിട്ടിയെന്നും കേന്ദ്രം വ്യക്തമാക്കുന്നു. ആ രീതിയിൽ ശക്തമായ നിരീക്ഷണങ്ങൾ ഉണ്ടാകുന്നു, ശക്തമായ നടപടിയിലേക്ക് ഇന്ത്യ പോകുന്നു എന്ന് തന്നെയാണ് എടുത്തു പറഞ്ഞ കാര്യം. നേരത്തെ ഈ യോഗത്തിന് മുന്നോടിയായി തന്നെ ഈ ശക്തമായ നടപടി അല്ലെങ്കിൽ ശക്തമായ നിലപാട് ഇന്ത്യ സ്വീകരിക്കുമെന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ റിപ്പോർട്ടുകളെല്ലാം തന്നെ പുറത്തു വന്നിരുന്നു. എന്തായാലും കടുത്ത നടപടി തന്നെയാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. പ്രതിരോധ ഉദ്യോഗസ്ഥരെ ഇന്ത്യ തിരിച്ചു വിളിക്കും, എല്ലാ പാകിസ്ഥാൻകാരും ഇന്ത്യ വിടണം എന്നൊരു തീരുമാനം കൂടി പറയുന്നു. കൂടാതെ സിന്ധു നദീജല കരാർ റദ്ദാക്കുന്നു. ഇനി പാകിസ്ഥാൻ പൗരന്മാർക്ക് വിസ നൽകില്ല എന്നൊരു തീരുമാനം കൂടി വന്നിരിക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. കടുത്ത നടപടികൾ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ആക്രമണത്തിന്, അതായത് ഈ ഭീകരാക്രമണത്തിന് പാകിസ്ഥാനിൽ നിന്ന് പിന്തുണ കിട്ടിയെന്നും കേന്ദ്രം പറയുന്നു. ആ രീതിയിൽ ഒരു കടുത്ത നടപടിയിലേക്ക് തന്നെയാണ് പോയത്. എന്തായാലും പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാനെതിരെ കടുത്ത നടപടിയാണ് ഇന്ത്യ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് പാകിസ്ഥാനിൽ നിന്ന് പിന്തുണ ലഭിച്ചു. അതിൽ ശക്തമായ നടപടിയിലേക്ക് ഇന്ത്യ പോയിരിക്കുന്നു. ശക്തമായ നിലപാട് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ഈ ഒരു നിമിഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അതിൽ പാകിസ്ഥാൻ പൗരന്മാർക്ക് ഇനി വിസ നൽകില്ല, സിന്ധു നദീജല കരാർ അവസാനിപ്പിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ എല്ലാ പാകിസ്ഥാൻകാരും ഇന്ത്യ വിടണം എന്നൊരു കാര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നയതന്ത്ര മറുപടിയാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. പാകിസ്ഥാൻ പൗരന്മാർക്ക് ഇനി വിസയില്ല. 24 മണിക്കൂറിനകം പാകിസ്ഥാൻ പൗരന്മാർ ഇന്ത്യ വിടണം എന്നൊരു നിർദ്ദേശമാണ് വിദേശകാര്യ മന്ത്രാലയം പറയുന്നത്. അതോടൊപ്പം തന്നെ കൂട്ടക്കൊലയെ കേന്ദ്രമന്ത്രിസഭ അപലപിക്കുന്നു. കൂടാതെ ഇസ്ലാമാബാദിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ അടച്ചിരിക്കുന്നു, വാഗ അതിർത്തി അടച്ചിരിക്കുന്നു, കൂടാതെ അട്ടാരി ചെക്ക് പോസ്റ്റ് അടച്ചിരിക്കുന്നു. ആ രീതിയിൽ വളരെ ശക്തമായ നടപടി തന്നെയാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ശക്തമായ നിലപാട് ഈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സിന്ധു നദീജല കരാർ മരവിപ്പിച്ചു. കൂടാതെ നയതന്ത്ര മറുപടി ശക്തമായ രീതിയിൽ ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നു, ഇന്ത്യ നൽകിയിരിക്കുന്നു എന്നതാണ് പറയുന്നത്. പാകിസ്ഥാൻ പൗരന്മാർക്ക് വിസ നൽകില്ല, 24 മണിക്കൂറിനകം ഇന്ത്യ വിടണം, പാകിസ്ഥാൻ പൗരന്മാർ ഇന്ത്യ വിടണമെന്നാണ് ഇന്ത്യ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. കൂടാതെ ചെക്ക് പോസ്റ്റ്, പ്രധാനപ്പെട്ട ചെക്ക് പോസ്റ്റായ അട്ടാരി ചെക്ക് പോസ്റ്റ് അടച്ചിരിക്കുന്നു. കൂടാതെ വാഗ അതിർത്തി അടച്ചിരിക്കുന്നു. പ്രധാനപ്പെട്ട ഒരു അതിർത്തിയാണ് വാഗ അതിർത്തി, അത് അടച്ചിരിക്കുന്നു. ഇസ്ലാമാബാദിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ അടച്ചു. കൂടാതെ ഇനി വിസ നൽകില്ല, പാകിസ്ഥാൻ പൗരന്മാർക്ക് വിസ നൽകില്ല എന്നൊരു കാര്യം കൂടി ഈ നിർണായകമായ ഒരു തീരുമാനത്തിലേക്ക് നോക്കുമ്പോൾ വരുന്നു എന്നതാണ് ഈ ഒരു ഘട്ടത്തിൽ പ്രധാനമായും പറയേണ്ടത്. ആതിര, തീർച്ചയായും ഉണ്ണി, പാകിസ്ഥാനെതിരെ കടുത്ത നടപടിയുമായിട്ടാണ് ഇന്ത്യ എത്തിയിരിക്കുന്നത്.